ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്നത്തെ റെസിപ്പി ഇഫ്താർ ഡ്രിങ്ക് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് വേണം, ഗാർണിഷ് ചെയ്യാനും വേണം. നമ്മളിതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൽമണ്ട്സും പിസ്തയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഓരോന്നും ഓരോ ടേബിൾ സ്പൂൺ വീതം വേണം. പിന്നെ ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 5 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇത് ഫ്ലേവർലെസ് കസ്റ്റാർഡ് പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. മിൽക്ക് പൗഡർ ഓപ്ഷണലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ വേണം. അതുപോലെ ഒരു 15 ആൽമണ്ട്സ് വെള്ളത്തിൽ കുതിർത്ത ശേഷം തൊലി കളഞ്ഞ് വെച്ചതാണിത്. ഇത് നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. ആദ്യം നമുക്ക് പാല് തിളപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡറും മിൽക്ക് പൗഡറും ഒന്ന് കലക്കിയെടുക്കണം. കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായി കലക്കിയെടുക്കണം. അതേപോലെ തന്നെ മിൽക്ക് പൗഡറിലേക്കും ഒരു 2-3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചതിന് ശേഷം അതും നന്നായി കലക്കിയെടുക്കണം. ഇപ്പോൾ പാല് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 5 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്കിതിലേക്ക് കലക്കി വെച്ച മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ച ബദാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബദാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ബദാം പാലിൽ നന്നായി വേവണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ബദാം എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്, മധുരം കുറവായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം നോക്കാം. മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി പാലിൽ കലക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഒരു 5 മിനിറ്റ് നേരം പാലിൽ നന്നായി വേവണം. കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് കട്ടിയായി പോകും. നമ്മളിവിടെ ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അധികം കട്ടി പാടില്ല. 1 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇനി പാല് തിളച്ച് വരണം. ഇപ്പോൾ പാല് നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ച ആൽമണ്ട്സും പിസ്തയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് നേരം കൂടെ തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി തണുത്തതിന് ശേഷം ഒരു 4 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വയ്ക്കണം. അതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ 4 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുള്ളതാണിത്. ഇപ്പോൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ഇത് കട്ടിയായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതിന് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കിട്ടിയത് ഇതിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തത് കൊണ്ടാണ്. നിങ്ങൾ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിന് പ്യുവർ വൈറ്റ് കളറായിരിക്കും. ഞാനിത് 2 ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് 2 ഫ്ലേവറിലാണ് കാണിക്കുന്നത്. ഒന്ന് നമ്മളിപ്പോൾ ചെയ്തെടുത്ത നോർമൽ ഫ്ലേവറും, പിന്നെ ഞാൻ 1 ബൗളിലേക്ക് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടും. ഈ 2 ഫ്ലേവറിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് റോസ് സിറപ്പ് ചേർത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നോർമൽ ഫ്ലേവറിലുള്ള പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പിസ്തയും ആൽമണ്ട്സും വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിപ്പോൾ 2 ഫ്ലേവറിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് റോസ് സിറപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തയ്യാറാക്കിയ അതേ രീതിയിൽ തന്നെ ഇത് കഴിക്കാവുന്നതാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾ ഈ റമദാൻ ടൈമിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു ഡ്രിങ്ക് എന്തായാലും തയ്യാറാക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.